നമ്മൾ ഇത് കുഴിച്ചിടാൻ പോവാണ് ഗൈസ്. പെട്ടെന്ന് നിറഞ്ഞു ഇവിടുന്ന് അങ്ങോട്ട് കുറേ സവർ കൊടുക്കണം കേട്ടോ. വഴിയോരങ്ങളിലൊക്കെ നീ പനങ്കൂമ്പ് കൊണ്ട് ഇങ്ങനെ കണ്ടിട്ടില്ല? നമ്മളവിടെ അമ്പലത്തിൻ്റെ അവിടെ വഴിയോരങ്ങളിലൊക്കെ അത് ഇങ്ങനെ വീട്ട് പുഴുങ്ങിയിട്ട് തിന്നുന്നത് കണ്ടിട്ടില്ല? അത് എന്തിൻ്റെ ഒരു കൂമ്പ് പുഴുങ്ങി നമ്മളിവിടെ കഴിക്കാറുണ്ട്. അതിൻ്റെ പനയുടെ പനങ്കൂമ്പ് അത് അതാണ് തിന്നുന്നത്. പനയുടെ അതിങ്ങനെ നമ്മൾ ഇളനീര് കഴിക്കില്ല തേങ്ങയുടെ അതുപോലെ തിന്ന് കഴിക്കും. അതാണ് നമ്മളിങ്ങനെ വെട്ടിയിട്ട് അതിനെ പനങ്കൂമ്പ് പറയും. പിന്നെ ഇത് ഒന്ന് മുളച്ചിട്ട് പിന്നെ നമ്മളതിന് പെട്ടെന്ന് അതിനെന്താ പറയുക പൊങ്ങി തേങ്ങയിൽ നിന്ന് പൊങ്ങി കിട്ടില്ലേ അതും തിന്ന് കിട്ടുമോ? നല്ല ടേസ്റ്റാണ്. തേങ്ങയുടെ കൊരണ്ടീന്ന് പറയും. കൊരണ്ടി വെച്ചിട്ട് പിന്നെ അത് വലുതായി പനയാവാൻ വേണ്ടി അതിന് നല്ലോണം പറയില്ല. അപ്പം അത് പെട്ടെന്ന് എടുത്തില്ലെങ്കിൽ ഇല വരും. നല്ല ടേസ്റ്റ് നല്ല സാധനം. അതൊക്കെ ഇന്നത്തെ കുട്ടികൾക്ക് ഒന്നും അറിയില്ല. കൊണ്ടില്ല കൂവപ്പൊടി കുറച്ചിരിക്കുന്നുണ്ട്. പായസം ഉണ്ടാക്കാനല്ലേ? ശർക്കര വേണം. ഇങ്ങനെയാണ് കൂമ്പുണ്ട. ഇത് മുളയ്ക്കും. നമ്മൾ പറിച്ച് കഴുകി വൃത്തിയാക്കി പുഴുങ്ങി തിന്നും അല്ലേ? കർഷകൻ പോയി. കർഷകൻ കയ്യും കാലും കഴുകുകയാണ്. കുലുങ്ങും. മാള് നിന്ന് കുലുങ്ങേണ്ട വരും. വീട് വെച്ചാ അതൊക്കെ വൃത്തിയാക്കാം. ചുങ്കത്ത് പോണില്ലേ? അച്ഛൻ വരാന്ന് പറഞ്ഞാ. എന്താ നാളെ എന്തോ ഒരു സ്കൂളില് ഓടിക്ക് കാറ്റില്ല കണ്ട കാറ്റില്ല. ഒട്ട സൈക്കിളാണ് മേടിച്ചിട്ട് 5 ദിവസം കൊണ്ടാണ് എത്ര സൈക്കിൾ മേടിച്ചു കൊടുത്തിരിക്കണം. എല്ലാ സൈക്കിളിനെയും വെച്ച് നശിപ്പിച്ചു എന്നുള്ളതാണ്. അത് ഇവിടെ ഇത്ര വീതി ഉണ്ട്. ടിവിഎസിന് ഇത്ര വീതിയില്ല. അപ്പൊ അത് ഇങ്ങനെ കാല് വെക്കും. കാല് നല്ല വേദന. അത് ഇത് സുഖമാണ് ഓടിക്കാൻ. നീ ഹൈറ്റുള്ള കാരണ അതിൽ തട്ടുന്ന കാല്. അത് ടിവിഎസില് ഇങ്ങനെ ആക്കുമ്പോ വളയ്ക്കുമ്പോ എനിക്ക് ഒരു ഇങ്ങനെ ആവും. ഇത് സുഖമാണ്. പിന്നെ ഞാൻ പഠിച്ചു സുഖമായിട്ട്. എന്താ മാളുടെ ടേസ്റ്റാണ്. അപ്പോ മാള് എന്താക്കുന്നു ദൈവത്തിന് മാത്രം അറിയാം. ഇതിപ്പോ ഓടിച്ച് പഠിച്ചോണ്ട് അത് നമുക്ക് സുഖമാണ്.
ഇതിങ്ങനെ ഇങ്ങനെ കാറ് അമ്മമ്മയുടെ ഓലക്കെട്ടൊക്കെ മഴ നനയുള്ള വയ്ക്കാൻ സ്ഥലമില്ലല്ലോ, അതുകൊണ്ടാണ്. വാ ചുങ്കത്ത് പോണ്ട. മാളൂന് ലഡു വേണം. ഓരോരോ ദിവസം മാളൂന് ഓരോരോ പലഹാരങ്ങൾ വേണം.